സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ അർബൻ സ്പോട്ടിൽ നിന്നുള്ള വാൻ മോട്ടേഴ്സിൻ്റെ ഈ ബൈക്കാണ്. അപ്പോൾ ഇത് എന്തായാലും ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടപ്പോഴേ ചിലർ ഇത് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു സംശയത്തിലൊക്കെ നിന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബൈക്ക് എന്തായാലും 1500 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ 1500 കിലോമീറ്റർ ഓടിച്ചുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാൻ മോട്ടോഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വണ്ടി വാങ്ങിക്കാം. സംഭവം എനിക്ക് മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം, ഒരു 5.6 മുകളിലുള്ള ഹൈറ്റുള്ളവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നമുക്ക് പെഡൽ ചെയ്ത് ഇതുപോലെ കണ്ടോ, പെഡൽ ചെയ്ത് താത്തുമ്പോൾ നമ്മുടെ മുട്ടുകാല് സ്ട്രൈറ്റ് ആവില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഹൈറ്റുള്ള ആളാണെങ്കിലും ചെറിയൊരു യൂസൊക്കെ ആണെങ്കിൽ, അതായത് അത്യാവശ്യം അധികം പെഡലിംഗ് ഒന്നും ചെയ്യാതെ നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ പവർ ഉപയോഗിച്ചിട്ട് മോട്ടറുടെ ഹെൽപ്പോടുകൂടി കാര്യങ്ങളൊക്കെ കണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് എന്തായാലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റുഡൻസ്, പിന്നെ ഹൈറ്റൊക്കെ കുറഞ്ഞുള്ള ലേഡീസ്, ജെൻസൊക്കെ ആയാലും ചില സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ നല്ല സൂപ്പർ വണ്ടിയാണ്, ഒന്നും പറയാനില്ല. കാരണം ഈ മോട്ടോറോഡ് എന്നുള്ളൊരു വണ്ടി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ മോട്ടോറും ഈ ഒരു വാനും കൂടി യൂസ് ചെയ്തപ്പോൾ സ്റ്റീപ്പ് ക്ലൈമ്പിലേക്ക് ഇത് ഭയങ്കര അനായാസമായിട്ട് കയറിപ്പോയിട്ടോ. കാരണം ഇതിന് നല്ല ടോർക്കാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ സിറ്റിയിൽ അത്യാവശ്യം ചെറിയ ഹെവി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ, എന്തും ഫുഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ പെഡൽ ചെയ്യുമ്പോൾ മുട്ടുകാൽ സ്ട്രെയിറ്റ് ആകണം, അങ്ങനെ ഒരു രീതിക്കൊക്കെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. മറിച്ച് ചെറിയ സാധനങ്ങൾ ക്യാരി ചെയ്യാനും സിറ്റിയിൽ ഉള്ള ആവശ്യങ്ങൾക്കും ഓഫീസിൽ പോയി വരാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചതേ. എന്തായാലും മുമ്പുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതേ നമുക്കിവിടെ ബാറ്ററി സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പവർ സ്വിച്ച്. ഇപ്പം ഇത് ഓണാക്കി കഴിഞ്ഞാൽ കണ്ടോ ഇതിങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ ഒന്നെന്ന് കാണിക്കണുണ്ടോ, 2, 3, 4, 5. അപ്പോൾ ഈ 5ലേക്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം ഒന്നും പെഡൽ ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് കാല് വെച്ച് കൊടുത്താൽ മതി, സംഭവം പറക്കും. മറിച്ച് 1ലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പെഡൽ ചെയ്യണം. ഒരു 80% ഒക്കെ നമ്മൾ പെഡൽ ചെയ്യണം. 20% മോട്ടോർ സപ്പോർട്ട് ചെയ്യും. 5ലേക്ക് എത്തുമ്പോഴത്തേക്ക് 80 മോട്ടറും 20% പെഡലിങ്ങിൻ്റെ എഫക്റ്റൊക്കെ വരുന്നുള്ളൂ. നല്ല പവറാണ് കേട്ടോ. നമ്മൾ വിചാരിക്കാത്ത കുഞ്ഞിനാണെങ്കിലും നല്ലൊരു എഫിഷ്യൻസി, നല്ല പവറുള്ളൊരു ഈ ബൈക്കാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നമുക്ക് ചെറിയ ചെറിയ ഗുഡ്സൊക്കെ ക്യാരി ചെയ്തും പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനായാലും ഭയങ്കര ഉപകാരമുള്ളൊരു വണ്ടി തന്നെയാണിത്, ഒന്നും നോക്കാനില്ല. ഇതാണ് ത്രോട്ടിൽ കേട്ടോ, ത്രോട്ടിൽ മോഡ്. ഇത് അമർത്തുമ്പോൾ വേണ്ട, അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ മോട്ടർ കട്ടാവും. പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക്, പിന്നെ ഈ ഹെഡ് ലൈറ്റ് കണ്ടോ, അതുപോലെ റിയർ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഇത് ഹോണാണ്. പിന്നെ ഷിഫ്റ്റർ, ബാക്കിലെ ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 7 സ്പീഡാണ് ബാക്കിൽ. ഫ്രണ്ടിൽ വേറെ ഗിയറൊന്നും വരുന്നില്ല. അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഷിഫ്റ്റേഴ്സാണ് ഇരിക്കുന്നത്. ബ്രേക്ക് ഹാൻഡിൽ ബാറിൽ ഒരു എക്സ്റ്റൻഷനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ ഹോൾഡർ വെക്കാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ വീലിൻ്റെ സൈസ് ചെറുതായതുകൊണ്ടിട്ടാണ് ഇത് കാണുമ്പോൾ ഒരു കുഞ്ഞൻ ലുക്കുള്ളത്. പക്ഷെ നമ്മുടെ യൂസ് എന്താണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. പക്ഷേ എന്തായാലും വണ്ടി നഷ്ടമില്ല കേട്ടോ. കാരണം 1ലിട്ടിട്ട് നമ്മൾ പെഡൽ അസിസ്റ്റ് മോഡിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ 78 കിലോമീറ്റർ വരെ ഇത് ഓടിയിട്ടുണ്ട്. അതായത് നമ്മൾ 1ലിട്ടിട്ട് കുറച്ച് എഫർട്ട് നമുക്ക് വേണം, മോട്ടറിൻ്റെ ചെറിയ സപ്പോർട്ട് മതി എന്നുണ്ടെങ്കിൽ 78 വരെയൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല പവറുള്ള ബാറ്ററിയാണിത്. പിന്നെ നല്ല സ്ട്രോങ് ബിൽറ്റ് ക്വാളിറ്റിയാണ്, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ബിൽറ്റ് ക്വാളിറ്റി സൂപ്പറാണ്. ഈ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റേറ്റൊക്കെ ഇതിന് വരുന്നത്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ റേറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം, ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ റേറ്റ്, ഇപ്പോഴത്തെ റേറ്റ് കൊടുത്തേക്കാം.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ എന്തായാലും പിന്നെ ഡിസ്ക് ബ്രേക്ക് മാനുവൽ ഡിസ്കൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഈ പാഡും കാര്യങ്ങളൊക്കെ ടയർ ട്യൂബൊക്കെ ആയാലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്രയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. സംഭവം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വലിയൊരു സൈസ് ഈ കമ്പനി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. കാരണം ഇവർ ഇപ്പോൾ ഇത് ഇറക്കിയത് ഇത് യൂസ് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാണുമ്പോൾ ഒരു ലുക്ക് ചെറിയ കുഞ്ഞൻ ലുക്ക് ഉണ്ടെങ്കിലും പെർഫോമൻസിൽ ഇവൻ സാധാരണ ഈ ബൈക്കിനെക്കാട്ടി വെല്ലും. അതാണ് ഇപ്പോൾ അനുഭവങ്ങൾ കൊണ്ട് തെളിയിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ വീൽ സൈസുള്ള മോഡൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര കൊണ്ട് ടോർക്ക് കിട്ടുമെന്നറിയില്ല. ഇത് പറക്കും. ചെറിയ ചെറിയ ലോഡും കയറ്റിയൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് പറക്കുക. ബിൽറ്റ് ക്വാളിറ്റിയാണ്. 110 കിലോ ഭാരം ഒക്കെ കയറ്റാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് മറന്നുപോയി. എന്നാലും ഇത്ര യൂസ് ചെയ്തപ്പോൾ ഞാൻ ഇതിൽ ഹാപ്പിയാണ്. എനിക്ക് പറഞ്ഞ പോലെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ അത് പെഡൽ ചെയ്ത് കറക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ റൈഡിന് നമ്മൾ കാര്യങ്ങൾക്ക് ഓക്കെയാണ്. അത്തരത്തിലുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ്. കണ്ണും പൂട്ടി മേടിക്കുക, കൊടുത്ത പൈസക്ക് മുതലാണ്. ഇപ്പോഴത്തെ പെട്രോൾ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇതെന്തായാലും കൊടുത്ത പൈസക്ക് നമുക്ക് പുറത്താണ്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.